لحظة لو سمحت. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. അറബിക് യൂണിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എപ്പോഴും നമുക്ക് പറയേണ്ട ഒരു വാക്കാണ്. നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾ എന്നോട് ഒരു കാര്യം ചോദിച്ചു, ഒന്ന് വെയിറ്റ് ചെയ്യൂ സാർ പ്ലീസ്. എങ്ങനെയാ പറയുക? ലഹ്ള ലൗ സമഹ്ത്. ലഹ്ള ലൗ സമഹ്ത്, ദയവായി ഒന്ന് വെയിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന ലഹ്ള. ഓക്കെ, അവിടെ ലഹ്ള എന്നാൽ സെക്കൻഡ് എന്നാണ് അർത്ഥം. ഇനി ഒന്നുകൂടി നിങ്ങൾ മാറ്റം വരുത്തി പറയുകയാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരു നിമിഷം എന്ന് പറയാമല്ലോ. ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അവർ നിമിഷത്തിനല്ല ഉദ്ദേശിക്കുന്നത്, അവർ മിനിറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം സാറേ എന്ന് നമുക്ക് പറയണമെങ്കിൽ ലഹ്ള ലൗ സമഹ്ത്. ലഹ്ള യാ ഷേഖ്. ലഹ്ള, നിങ്ങളൊരു സാധനം എടുക്കുകയാണ്, ആ സമയത്ത് അദ്ദേഹത്തോട് സാറേ നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറയണ്ടല്ലോ, ലഹ്ള യാ ഷേഖ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ പറയേണ്ടത്? ദഖീഖ ലൗ സമഹ്ത്. ദഖീഖ, ഒരു മിനിറ്റ് എന്ന് പറയാം. പിന്നെ ഒരു എന്തെങ്കിലും കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് എന്താ പറയാ? ദഖീഖ്തൈൻ. ദഖീഖ്തൈൻ, 2 മിനിറ്റ്. നിങ്ങളൊന്ന് റൂമിൽ പോയിട്ട് വരാം. ദഖീഖ്തൈൻ യാ ഹബീബി. ദഖീഖ്തൈൻ, ദഖീഖത്തൈൻ എന്നൊന്നും പറയണ്ട, ദഖീഖ്തൈൻ എന്ന് പറഞ്ഞാൽ മതി. ഒന്നും കൂടി ലേറ്റ് ആവുന്ന ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം ഖംസ ദഖീഖ. വേറൊന്നും പറയണ്ട. നിങ്ങൾ എപ്പോഴാണ് വരിക, എന്താണ്, ഉത്തരമൊന്നുമില്ല. ബഅദ ഖംസ ദഖീഖ എന്നൊന്നും പറയണ്ട. ഖംസ ദഖീഖ യാ ഷേഖ്. ഖംസ ദഖീഖ, ഒരൽപ്പം കാത്തിരിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ദഖീഖ, ബില്ലാഹി ദഖീഖ യാ ഷേഖ്. ബില്ലാഹി ദഖീഖ, ദയവായി. ബില്ല എന്നാൽ പ്ലീസ് എന്ന അർത്ഥത്തിന്. ബില്ലാഹി ദഖീഖ യാ ഷേഖ്. അതൊരു മേഡത്തിനോടാണെങ്കിൽ ബില്ലാഹി ദഖീഖ യാ അമ്മത്തി. ബില്ലാഹി ദഖീഖ യാ ഖാല. ആൻറ്റി, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, അതിൻ്റെ പൂർണ്ണ രൂപം ഇൻതളിർ എന്നാണ്. അതല്ലെങ്കിൽ ഇസ്തന്ന. ഇസ്തന്ന ദഖീഖ്തൈൻ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഇസ്തന്ന. ഇസ്തന്ന എന്നാൽ വെയിറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ നിങ്ങൾ സമയം, ഇപ്പോൾ ഈ ദഖീഖ ലഹ്ള എന്നൊക്കെ പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ടതാണ്, ടൈം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടൈം ഷെഡ്യൂളാണ് ജദ്വൽ സാഅത്ത്. ജദ്വൽ അൽ ഔഖാത്ത്, ഷെഡ്യൂളിന് ജദ്വൽ എന്നാണ് പറയുക. അപ്പോൾ സാ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. വാഹിദ് സാ, 1 മണിക്കൂർ. ഇൻതളിർ, ഇസ്തന്ന വാഹിദ് സാ, 1 മണിക്കൂർ കാത്തിരിക്കൂ. 2 മണിക്കൂർ എങ്ങനെ പറയാ? ഇസ്നൈൻ സാ എന്ന് പറയേണ്ട. സാഅത്തൈൻ, ഇസ്തന്ന സാഅത്തൈൻ. സാഅത്തൈൻ, അയ്യോ സാഅത്തൈൻ. ഓക്കെ, അല്ലെ ബഅദ സാഅത്തൈൻ, 2 മണിക്കൂറിന് ശേഷം. ഇനി 3 സാഅത്ത്, 3 മണിക്കൂറിന് ശേഷം. അങ്ങനെ 10 വരെ. ഖംസ സാഅത്ത്. വല്ല കം 5 സാഅത്ത്. طيب كم من كاليكوت إلى الرياض إلى مطار الدولي الرياض كم ساعة يستغرق؟ 5 ساعات. 5 മണിക്കൂറാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് റിയാദ് എയർപോർട്ടിലേക്കുള്ള ദൂരം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 5 സാഅത്ത്. ഇനി 10-ന് മേലെ 20 സാഅത്ത് എന്ന് പറയുന്നത് 20 സാ എന്നാണ് പറയാം. ഓക്കെ, 10-ന് മേലെ പറയുമ്പോഴൊക്കെയും ബഹുവചനമാക്കാതെ ഏകവചനമാക്കി പറയുന്ന ഒരു ശൈലിയാണ്. 10 വരെ എപ്പോഴും എന്താണ്? കം ഗലം എന്തി 5 ഗലാം, ലാ 7 ഗലാം, ലാ 11 ഗലം എന്നാണ് പറയാം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ഏറ്റവും നന്നായി ഒരാളോട് വളരെ മാന്യമായി ഡീൽ ചെയ്യാൻ വേണ്ടി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ സാറേ എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ കോഫി ഷോപ്പിലാണ്, സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ജ്യൂസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യല്ലാ സുറഅ എന്ന് പറയുമ്പോൾ ലഹ്ള യാ ഷേഖ്. ലഹ്ള യാ ഷേഖ്. മേഡം ആണെങ്കിൽ ലഹ്ള യാ തയ്യിബ, ലഹ്ള യാ സയ്യിദ. ഓക്കെ, പ്ലീസ് വെയിറ്റ് മാഡം, എ മൊമെന്റ്. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ എന്നേ ഉള്ളൂ, 1 നിമിഷം കാത്തിരിക്കൂ എന്ന്. ഓക്കെ, ഇങ്ങനെ ഹൃദ്യമായും നാം നമ്മുടെ കസ്റ്റമറോട് വളരെ മാന്യമായി പെരുമാറുവാനുള്ള ഏറ്റവും നല്ല ടിപ്പാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. ശുക്രൻ ലക്കും. കൂടുതൽ അറിവും കൂടുതൽ പരിശീലനവും ആവശ്യമുള്ളവർ അറബിക് യൂണിയുടെ പുതിയ ബാച്ച് എല്ലാ തിങ്കളാഴ്ചയും ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ പഠന പരിശീലനം ലഭിക്കുന്നതാണ്, സൂമിലൂടെയൊക്കെ. എല്ലാ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം നടത്തുന്ന സൂം പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആവണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. ശുക്രൻ ലിൽ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.